എന്റെ പേര് സുശീല. എന്റെ വീട് കടക്കാമൺ പത്തനാപുരം അംബേദ്കർ കോളനിയിലാണ്. ഞാൻ 10 വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്നു. ഞാൻ എന്റെ കുടുംബം, എന്റെ 2 വയ്യാത്ത പിള്ളേരുണ്ട്, വയ്യാത്ത ഒരു ഭർത്താവുണ്ട്. ഇപ്പം 6 മാസം കൊണ്ട് ലോട്ടറി കച്ചവടം ചെയ്തു. 10 വർഷം കൊണ്ട് വീട്ടിൽ തന്നെ, 20 വർഷം കൊണ്ട് വീട്ടിൽ തന്നെ ആയിരുന്നു. ഒരു ആക്സിഡന്റിൽ നടു തളർന്നു പോയി. ഞാൻ ടാക്സി എടുത്ത് ടൗണിൽ ഓടുവാണ്. സ്വന്തം വണ്ടിയായിരുന്നു, ഒരു പ്രൈവറ്റ് ആയിരുന്നു. ആ വണ്ടി ഇപ്പൊ അങ്ങ് പണിയായപ്പോ അതങ്ങ് കൊടുത്തു. വീട്ടിൽ ഞാനും ഉണ്ട്, എനിക്ക് 2 മക്കളുണ്ട്. 2 ബുദ്ധിമാനും ഉള്ള 2 കുഞ്ഞുങ്ങളാണ്. മൂത്താക്ക് 31 വയസ്സുണ്ട്, ഇളയാക്ക് 27 വയസ്സുണ്ട്. നമ്മള് പിന്നെ ഭർത്താവിന് ഒരു ആക്സിഡന്റ് പറ്റിയ കാരണം ഒരു വീൽ ചെയറിലാ. ഇങ്ങനൊക്കെ നമ്മുടെ ജീവിതം ഇങ്ങനൊക്കെ പോകുന്നു. ഇപ്പം പ്രൈവറ്റ് ആയിരുന്നു മറ്റേ വണ്ടി, അത് കൊടുത്തിട്ട് ഇപ്പം ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി എടുത്ത് സ്റ്റാൻഡിൽ ഓടാൻ. നേരത്തെ ഇച്ചിരി ലൈറ്റിന്റെ ഒക്കെ പണി ഉണ്ടായിരുന്നു, അതൊന്നും വർക്കൊന്നുമില്ല. അതൊക്കെ എല്ലാം കാർട്ടിങ്ങുകാരൊക്കെ ഒന്നിച്ച് കൊണ്ടുവന്ന കാരണം നമ്മുടെ ചെലവിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങള് ഓട്ടോ എടുത്ത് ടൗണിൽ ഓടാൻ ഇറങ്ങി. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും ഓട്ടോറിക്ഷ ഉപജീവനമാക്കിയ നമ്മുടെ സുശീല ചേച്ചി ഒരു ദിവസമെങ്കിലും പത്തനാപുരം നിവാസികൾ കാണാതിരുന്നിട്ടില്ല. ബുദ്ധിമാന്ദ്യമുള്ള 2 മക്കളെയും ഒരു അപകടത്തിൽ 10 വർഷം മുമ്പ് അരയ്ക്ക് താഴ്പോട്ട് വയ്യാത്ത ഭർത്താവിനെയും കൊണ്ട് റോഡിൽ ജീവിതം കെട്ടിപ്പടർത്താൻ പോകുന്ന സുശീല ചേച്ചിയെയും ലോട്ടറി വിൽപ്പന നടത്തുന്ന സുരേന്ദ്രൻ ചേട്ടനെയും നിറ കണ്ണുകളോടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹായ്, നമസ്കാരം. വളരെ യാദൃശ്യമായി കണ്ട ചേച്ചിയാണ് സുശീല എന്ന് പറഞ്ഞ ചേച്ചി പത്തനാപുരത്തിനുള്ളതാണ്. ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. 20 കൊല്ലം കൊണ്ട് ചേച്ചി ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. അതിന് മുമ്പ് ഒരു പ്രൈവറ്റ് വാഹനമാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ചേട്ടന് വയ്യാത്തത് കൊണ്ടാണ് ചേച്ചി ഈ മേഖലയിലേക്ക് ഇറങ്ങിയത്. തീർച്ചയായിട്ടും ഈ ദമ്പതികളെ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇവരെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ജീവിത കഥയാണ് നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നത്. ഇതേപോലെ വയ്യാണ്ടിരുന്നിട്ടും ഈ ചേട്ടൻ വെറുതെ ഇരിക്കുന്നില്ല. സത്യം പറഞ്ഞാല് ലോട്ടറി അതാണ് ഉപജീവനമാർഗം അല്ലേ? ലോട്ടറി, ചേച്ചി ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് ഇവരുടെ ഉപജീവനമാർഗം. 2 കുട്ടികളുണ്ടല്ലേ? 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളുണ്ട്. അപ്പോൾ മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇവരെ കാണുമ്പോൾ ഈ ചേട്ടന്റെ പേര് സുരേന്ദ്രൻ എന്നാണ്. ഈ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുത്ത് സഹായിക്കുക ഈ കുടുംബത്തെ. അതുപോലെ തന്നെ ഈ ചേച്ചിയെ കാണുമ്പോൾ തീർച്ചയായിട്ടും വിളിക്കുക. ചേച്ചിയുടെ നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.